ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള വെളിപ്പെടുത്തലിന് പിന്നാലെ ഡിജിറ്റൽ വോട്ടർ പട്ടിക അപ്രത്യക്ഷമായി എന്ന് പ്രശാന്ത് ഭൂഷൺ കോടതിയെ അറിയിച്ചു. ഏകപക്ഷീയവും ക്രമരഹിതവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ചില ബൂത്തുകളിൽ ഒഴിവാക്കിയവരുടെ എണ്ണം 90% വരെയെന്നും പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, സുപ്രീം കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്? അമൃത, അല്പനിമിഷം മുമ്പ് സുപ്രീം കോടതിയിൽ ഇന്നത്തേക്കുള്ള വാദം അവസാനിച്ചിരിക്കുകയാണ്. ഈ ബീഹാറിലെ തീവ്രപരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, അതിലെ അട്ടിമറിയാണ് ഇന്ന് ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിച്ചത്. അതിൽ ഒരു പേരോ അല്ലെങ്കിൽ വിലാസമോ തിരഞ്ഞെടുക്കാനുള്ള ഒരു സെർച്ചിന്റെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് ഇത് ഒഴിവാക്കിയത് എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധിയായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ പലയിടങ്ങളിലും തെരഞ്ഞെടുത്ത് ആളെ ഒഴിവാക്കുന്ന ഒരു നടപടിയാണ് ബീഹാറിൽ നടന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2 ജില്ലകളിൽ മാത്രം, ഒരു ജില്ലയിൽ 10% പേരെയും മറ്റൊരു ജില്ലയിൽ 12% പേരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ചില തെരഞ്ഞെടുത്ത ബൂത്തുകളിൽ 90% ആളുകൾക്ക് ഇപ്പോൾ വോട്ടില്ല. ഇക്കാര്യം വിസിൽ ബ്ലോവർ വഴി തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചത്. കാര്യം ഇന്നലെ കേസ് വാദിച്ച യോഗേന്ദ്ര യാദവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ 2 പേരെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ ബീഹാറിലുണ്ട്. അതുകൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് ഇപ്പോഴും നടക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇത് എവിടേക്കാണ് ക്രമക്കേട് നടന്നത്, അല്ലെങ്കിൽ തനിക്ക് വോട്ടുണ്ടോ, തന്റെ പേരുണ്ടോ എന്നുള്ള തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരച്ചിലുള്ള ഒരു സംവിധാനം പോലും ഇപ്പോൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ തരത്തിലേക്ക് അട്ടിമറി നടന്നിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.